കൊച്ചിയിലേക്ക് പോകുമ്പോൾ കളമശ്ശേരി കഞ്ചാവ് കേസിൽ പണം നൽകിയവർ പ്രതികളാവില്ല. പണം നൽകിയവരെ സാക്ഷികളാക്കാനാണ് നീക്കം. കൂടുതൽ വ്യക്തത വരുത്താൻ പണം നൽകിയ വിദ്യാർത്ഥികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. പ്രതി അനുരാജിന് ഗൂഗിൾ പേ വഴി ലഭിച്ചത് 16,000 രൂപ എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ കളമശ്ശേരി കഞ്ചാവ് കേസിൽ ഞെട്ടിച്ച കേസാണ്. കാരണം പോളിടെക്നിക് കോളേജിനകത്ത് അവരുടെ ഹോസ്റ്റലിൻ്റെ അകത്ത് കഞ്ചാവ് കച്ചവടം, അതാണ് നീക്കം. വിദ്യാർത്ഥികളെ മറയാക്കിക്കൊണ്ട് ഇത്തരം നീക്കങ്ങൾ നടത്തിയ സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിലെന്താണ് അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കം? എന്താണ് ഈ പുറത്തു വരുന്ന വാർത്ത? സജിത, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഇനി ചോദ്യം ചെയ്യാനുള്ളതും അതോടൊപ്പം തന്നെ ഈ പോലീസ് ഈ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതുമായ ഏതാണ്ട് 90% പേരും തന്നെയും വിദ്യാർത്ഥികളാണ് എന്നതാണ്. ഒന്നുകിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ തൊട്ട് സീനിയേഴ്സായി പഠിച്ച പാസ് ഔട്ടായവർ, ഇവരാണ് കൂടുതൽ പേരുമുള്ളത്. ഇതിനിടയിൽ ഇടപാടുകാരായി വന്നിട്ടുള്ളത് 2 പേർ മാത്രമാണ്, ബംഗാൾ സ്വദേശികളായ ആളുകൾ മാത്രമാണ്. അപ്പോൾ കൂടുതൽ പേരും വിദ്യാർത്ഥികളാകുന്നു എന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇവരുടെ ഇടപാടുകാരത്രയും വിദ്യാർത്ഥികൾ ആണ്. അവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ കഞ്ചാവ് കച്ചവടം ഈ സുഹൽ ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ നടത്തിയിരുന്നതെല്ലാം തന്നെ. അപ്പോൾ പോലീസ് ഇപ്പോഴുള്ളൊരു തീരുമാനം, ഇതിനു വേണ്ടി പണം നൽകിയവരടക്കം അവരെ പ്രതിപ്പട്ടികയിലേക്ക് വരാതെ ഇവരെ ഈ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാക്ഷിയിലേക്ക് മാറ്റുക എന്ന രീതിയിലേക്കാണ്. അവരെ പ്രതികളാക്കുന്നില്ല എന്നതാണ്. പക്ഷേ അവരെ ഇനിയും വിളിച്ചു വരുത്തേണ്ടതുണ്ട്. കാരണം ഇത് കൃത്യമായ രീതിയിൽ എത്ര കാലമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇവരല്ലാതെ മറ്റാർക്കെങ്കിലും ഇവർ പണം അയച്ചിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ അനുരാജ് എന്ന വിദ്യാർത്ഥി, അതോടൊപ്പം തന്നെ സുഹൈൽ ഷെയ്ഖ് എന്നൊരാൾ, അഷ്തോഷ് മണ്ഡൽ എന്ന ഒരാൾ, ഇങ്ങനെ ഇവർ ഉൾപ്പെടുന്നവരാണ് ഈ കഞ്ചാവ് കച്ചവടത്തിൻ്റെ പ്രധാനമായും പോളിടെക്നിക്കും കളമശ്ശേരി പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. ഇവർ ഓരോ ക്യാമ്പസുകൾ തോറും, തൊട്ടടുത്ത കുസാറ്റ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളുണ്ട്, അവിടെ കൂടുതലായും തന്നെ ഈ വിദ്യാർത്ഥികൾ പെയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഇടങ്ങളുണ്ട്, അനധികൃതമായ ഈ ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. ഇവിടെയെല്ലാം വ്യാപകമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിൻ്റെ പരിശോധനകൾ നടന്നതിൽ നിന്ന് വ്യക്തമായത് പലരുടെ കയ്യിൽ നിന്നും കഞ്ചാവുമായിട്ട് വിദ്യാർത്ഥികളെ പിടികൂടി എന്നതാണ്. ഇതിൽ അളവ് കുറവായിരുന്നെങ്കിൽ പോലും കഞ്ചാവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും തന്നെ ഉണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ചെയിൻ ഇവരായിട്ട് തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുക എന്നതിന് വിദ്യാർത്ഥികളിൽ തന്നെ വിശദാംശങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഈ സാക്ഷിയിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക, കൃത്യമായി ഇത് ആരാണ് വിപണനം നടത്തിയിരുന്നത്, ആർക്കൊക്കെയാണ് ഇതൊരു കച്ചവടം എന്ന രീതിയിൽ ഇവിടെ ഉപയോഗിച്ചിരുന്നത്, അവരെയാണ് ഈ പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരാൻ പോലീസ് ലക്ഷ്യമിടുന്നത്. അതിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അവർ പ്രതിപ്പട്ടികയിലേക്ക് തന്നെ വരും. നിലവിൽ പണം നൽകിയവരെ പ്രതിപ്പട്ടികയിലേക്ക് ചേർക്കാതെ അവരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഈ കളമശ്ശേരി കഞ്ചാവ് കേസിൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. സജിത, അതാണ് സാഹചര്യം. എന്തായാലും കളമശ്ശേരി കഞ്ചാവ് കേസിൽ പണം നൽകിയവരെ പ്രതികളാക്കേണ്ടതില്ല, പകരം സാക്ഷികളാക്കാൻ തീരുമാനം. പക്ഷേ ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും കൊടുക്കുക എന്ന നീക്കവുമായി തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് സാഹചര്യം. കൊച്ചിയിൽ